പലപ്പോഴും നാം ആത്മീയരാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും ആ ഉന്നതമായൊരു ദർശനം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോയിട്ടുള്ളവരാണ്. സാധാരണ നാം എപ്പോഴും കേൾക്കുന്നതല്ലേ, പണിക്കാരെ കിട്ടാനില്ല, എപ്പോഴും പറയുന്നത് കേൾക്കാനുള്ളത്. ഞങ്ങളുടെ പറമ്പിൽ പണിതെടുത്തവർ, ഞങ്ങളുടെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്നവൾ, ഞങ്ങളുടെ വിഴുപ്പളക്കിയവൾ, അവളിപ്പോൾ അഹങ്കാരിയാണെന്ന് പണിക്ക് വരുന്നില്ല. അവൾക്കൊരു ഒരു നല്ല വീടുണ്ടായപ്പോഴത്തേക്കും എന്തൊരഹങ്കാരമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ പറയുന്നത്? അവരുടെ മക്കൾ, ഇവർ അധ്വാനിച്ച് മക്കളെ പഠിപ്പിച്ചു. മക്കളൊക്കെ ഒരു നിലയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, അമ്മേ അപ്പാ, ഇത്ര നാൾ നിങ്ങൾ അധ്വാനിച്ചാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഇനി നിങ്ങൾ ജോലിക്ക് പോകണ്ട, ഞങ്ങൾ നോക്കിക്കോളാം അപ്പച്ച. അമ്മേ, അഹങ്കാരമാണോ? നമ്മുടെ സങ്കുചിത മനസ്സുകൊണ്ടാണ് അത് പറയുന്നത്. എൻ്റെ അടുക്കളയിൽ പണിതവരും എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചവളും അവൾ എന്നേക്കാൾ ഉയർന്നു വരുമ്പോൾ, അവൻ്റെ മക്കൾ എൻ്റെ മക്കളേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നേടി ഉന്നത സ്ഥാനങ്ങളിലാകുമ്പോൾ അവർക്ക് വേണ്ടി സ്തോത്രം പറയുവാനും അവരോടൊപ്പം സന്തോഷിപ്പാനും സാധിക്കുന്നില്ല എങ്കിൽ ആത്മീയതയാണോ? ഞങ്ങൾ ഭൂതത്തെ പുറത്താക്കിയെന്നും ഞങ്ങൾ പ്രവചിക്കുന്നവരാണെന്നും അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്ത് ഗുണം? കർത്താവ് പറയുന്നു, അതിലപ്പുറമായ ഒരു ആത്മീയതയുണ്ട്.